ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശ് നയനയോട് പറയാണ്, അനിയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് ഭയങ്കര വിഷമം തോന്നുന്നത്. കാരണം അവനെ അടക്കം ഒതുക്കമുള്ള ഒരു പെൺകുട്ടിയാണ് അവനെ എപ്പോഴും ഇഷ്ടമുള്ളത്. എന്നാൽ അനാമികയാണെങ്കിൽ ഒരു പൊട്ടിത്തെറിച്ച സാധനമാണ്. അതിനെ വിവാഹം കഴിക്കാൻ അവന് ഒട്ടും താല്പര്യമില്ല എന്നൊക്കെയുള്ള വാക്കുകൾ പറയുമ്പോൾ നയന പറയാണ്, എന്തായാലും ഈ വിവാഹം നടക്കണം, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയാനിട്ടോ. എന്നാൽ ഈ സമയം ആദർശ് പറയാണ്, അവനെ എപ്പോഴൊക്കെ ഞാനും അവനെന്ന് വെച്ചാൽ ജീവനായിരുന്നു. നീ വന്നതിന് ശേഷം വിവാഹശേഷമാണ് ഞാനും അവനും അകന്നു പോയത് എന്ന് പറയാനിട്ടോ. എന്തായാലും അവനെങ്കിലും നല്ലൊരു കുടുംബജീവിതം കിട്ടണം എന്ന് ആദർശ് പറയുമ്പോൾ അത് നയന പറയാണ്, ശരിയാണ്, ഏട്ടനോ കിട്ടിയില്ല, അനിയനെങ്കിലും നല്ലൊരു ജീവിതം കിട്ടട്ടെ. ഇത് കേൾക്കുന്ന ആദർശ്, നീ എന്താ അങ്ങനെ പറഞ്ഞത്? ഒന്നുമില്ല, എന്നാൽ എനിക്ക് മനസ്സിലായി, ഇപ്പോൾ എനിക്ക് അങ്ങനെയൊന്നുമില്ല, ആദ്യത്തിൽ ഈ വിവാഹബന്ധം ഉണ്ടായിരുന്നു എന്ന് തോന്നിയിരുന്നു, എന്നാൽ ഇപ്പോഴതില്ല എന്ന് പറയട്ടോ. ഈ സമയം നയന പറയാണ്, എന്തായാലും അനിയൻ്റെ വിവാഹം നടക്കുന്നു, നാളെ അവൻ്റെ ഫസ്റ്റ് നൈറ്റുമാണ് എന്ന് പറയുമ്പോൾ നയന, നീ എന്താ അങ്ങനെ പറഞ്ഞത് എന്ന് നയനയോട് ആദർശ് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, കിടന്നുറങ്ങിക്കോളൂ എന്ന് പറയാനിട്ടോ. അങ്ങനെ ആദർശിന് ആ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി. തൻ്റെ ഫസ്റ്റ് നൈറ്റ് ഇതുവരെ നടന്നിട്ടില്ല, എന്നിട്ടാണോ നമ്മുടെ ജീവിതം നല്ലതെന്ന് ആദർശ് പറഞ്ഞത് എന്ന് നയന പറഞ്ഞത് എന്ന് ആദർശിന് മനസ്സിലാവുന്നു കേട്ടോ. എന്നാൽ ഈ സമയം തൻ്റെ ഇളയമ്മയാണ് കാണിക്കുന്നത്. ഇളയമ്മ ഇളയച്ചൻ്റെ റൂമിലോട്ട് ചെല്ലുകയാണ്. അങ്ങനെ എന്തായാലും നമുക്ക് ഒറ്റ മോനേ ഉള്ളൂ, അവനെ സങ്കടപ്പെടുത്തി ഒരു വിവാഹം വേണ്ടായിരുന്നു, അവന് ഈ ബന്ധത്തിനോട് യാതൊരു യോജിപ്പുമില്ല. പിന്നെ അതുമല്ല, ഇവിടുത്തെ ജോത്സ്യൻ പറഞ്ഞത് നീ കേട്ടില്ലേ, എനിക്ക് 2 വിവാഹം വേണ്ടി വരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു പെണ്ണിനെ എന്തിനാ വെറുതെ കല്യാണം കഴിക്കുന്നത്? അതാണ് ഇപ്പം ഞാൻ ചിന്തിക്കുന്നത്. ഇത് കേൾക്കുന്ന ഇളയമ്മ പറയണേ, ഈ വിവാഹം മുടക്കം പല ആളുകളും നടക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ആ നയനയും അതുപോലെ തന്നെ കനകവും. അവർക്ക് ഈ വിവാഹം നടക്കുന്നതിന് ഒട്ടും താല്പര്യമില്ല. അവർ പല പൂജകളും ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് പൂജാരിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നതാണ്, അവരുടെ മനസ്സിൽ അങ്ങനെയൊക്കെ തോന്നിപ്പിക്കുന്നതാണ്. അല്ലാതെ അനിയും അനാമികയുമായി വിവാഹത്തിന് യാതൊരു പ്രശ്നവുമില്ല എന്ന് പറയുമ്പോൾ, നീ എന്താ ജാനകി, നിൻ്റെ മനസ്സ് ഇത്രത്തോളം കടുത്തു പോയത്? നീ എന്താ ഇങ്ങനെ ആയിപ്പോയത് എന്ന് പറയുമ്പോൾ അവിടെ ഞാൻ പിന്നെ പറയുന്നതില്ല തെറ്റുള്ളൂ, അവർ കാട്ടിക്കൂട്ടുന്നത് തെറ്റില്ലേ എന്ന് പറയുമ്പോൾ, നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം, നമ്മുടെ മോൻ്റെ നാളെ വിവാഹമാണ്, ഇതിവിടെ വെച്ച് നിർത്തിയേക്ക് എന്ന് പറയാനിട്ടോ. എന്നാൽ ആദർശാണെങ്കിൽ കിടന്നിട്ട് ഉറക്കം കിട്ടാത്തത് കൊണ്ട് തന്നെ അനിയുടെ റൂമിൻ്റെ മുന്നിലോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച കതകടച്ചിരിക്കുന്നു. ഇവൻ എവിടെ പോയി, എന്താ ഈ കതകടച്ച് കിടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കതക് തുറക്കുമ്പോൾ അനിയെ അവിടെ കാണുന്നില്ല കേട്ടോ. പിന്നീട് ആദർശ് അവിടേക്ക് പരക്കെ നോക്കുന്നു, പക്ഷെ അനിയെ കാണുന്നില്ല. അങ്ങനെ അനിയുടെ ഫോണിലോട്ട് ഒരുപാട് പ്രാവശ്യം വിളിക്കുമ്പോൾ അനിയുടെ ഫോൺ ഇങ്ങനെ റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ഒരു ടൗൺ ഏരിയ കാണിക്കുന്നുണ്ട്. പിന്നീട് ആദർശ് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് വിളിക്കുകയാണ്, പോലീസുകാരനോട് വിവരം പറയാണ്. അതായത് എൻ്റെ അനിയനെ കാണുന്നില്ല, നേരത്തെ കല്യാണപ്പെണ്ണിനെ ആയിരുന്നല്ലോ കാണാതെ ഇരുന്നിരുന്നത്, ഇപ്പോൾ എന്താ കല്യാണ ചെക്കനെ കാണാത്ത, ഇത് വല്ലാത്ത അതിശയം തന്നെയല്ലോ ആദർശ്. അപ്പോൾ ഉടൻ തന്നെ ആദർശ് പറയണം, അവന് ഈ വിവാഹത്തിന് ഒട്ടും താല്പര്യമില്ല, അതുകൊണ്ട് അവൻ തന്നെ എവിടെയെങ്കിലും പോയിരിക്കുകയാണോ എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നയനയുടെ അരികിലോട്ട് പോവാനിട്ട്. ഈ സമയം നയനയാണെങ്കിൽ നല്ല ഉറക്കത്തിലായിരിക്കും. നയന എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ, എന്താ ആദർശേട്ടാ? അത് അനിയെ കാണുന്നില്ല. എന്താ പറഞ്ഞത്? അനിയെ കാണുന്നില്ല, ഞാൻ അവിടെയൊക്കെ നോക്കി, പക്ഷേ അനിയെ കാണുന്നില്ല. അങ്ങനെ വീണ്ടും പുറത്തോട്ട് കിടക്കാനായിട്ട്, അനി ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും, ഇല്ല അവനെ കാണുന്നില്ല, അവൻ്റെ ഫോണിലോട്ട് ഞാൻ വിളിച്ചു നോക്കി, എന്നാൽ ഒന്നും കൂടി കിട്ടുന്നില്ല, എടുക്കുന്നില്ല എന്ന് പറയണ്ടോ. അപ്പോഴായിരിക്കും പോലീസിനെ വീണ്ടും വിളിക്കുന്നത്. അനിയുടെ ഫോൺ അടിക്കുന്നുണ്ട്. അപ്പോൾ പോലീസുകാരൻ പറയാണ്, അനിയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പയ്യൻ എവിടെയാണെന്നുള്ളത് ഞാൻ ലൊക്കേഷൻ കണ്ടെത്തി തരാം, നിങ്ങൾ ഫോൺ നമ്പർ പറയുമെന്ന് പറഞ്ഞിട്ട് അനിയുടെ ഫോൺ നമ്പർ ആദർശിന് പറഞ്ഞു കൊടുക്കുന്നു കേട്ടോ. അങ്ങനെ ആദർശ് ആ ഫോൺ നമ്പർ അങ്ങ് പറഞ്ഞു കൊടുക്കുമ്പോൾ, ശരി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറയണേ. ഇതേ സമയം എൻ്റെ അനിയനെ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു വിവാഹമാണ്, എന്നാൽ അവൻ്റെ മനസ്സാരും കാണാൻ കഴിഞ്ഞില്ല. എന്തിന് കല്യാണം കഴിഞ്ഞതിന് ശേഷം നീ ആയിരുന്നു അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാം, അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാം. അതിന് മുന്നേ ഞാനായിരുന്നു എൻ്റെ അനിയൻ്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്, ഞാനായിരുന്നു. അവൻ എപ്പോഴും എന്നോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞിരുന്നു. പക്ഷെ നീ വന്നതിന് ശേഷം അവൻ ആകെ അകന്നു. എന്നാൽ അവൻ്റെ മനസ്സിലുള്ള പെൺകുട്ടി ഏതാണെന്ന് അത് കണ്ടെത്താൻ പോലും നിന്നെക്കൊണ്ട് കഴിഞ്ഞില്ലല്ലോ. അവൻ്റെ മനസ്സിലുള്ള പെൺകുട്ടി ഏതാണെങ്കിലും ഏത് ജാതിയിൽപ്പെട്ടവനാണെങ്കിലും അവൻ മനസ്സമാധാനത്തോടു കൂടി ജീവിക്കുന്നത് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അതെങ്കിലും കണ്ടെത്തായിരുന്നു. അല്ല, ഇനിയിപ്പോൾ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് നിൻ്റെ നന്ദുവിനെങ്കിലും അത് കണ്ടെത്തായിരുന്നു എന്ന് പറയുമ്പോൾ ഞാനൊന്ന് ഞെട്ടിയിട്ടോ. ഇതേ സമയം ഒരുപക്ഷെ നന്ദുവും അനിയും കൂടി ഒരുപക്ഷെ പോയതായിരിക്കുമോ എന്ന് പറയുമ്പോൾ അവിടെ ഞെട്ടിപ്പോവാണ് കേട്ടോ. പിന്നീട് ഒന്നും നോക്കില്ല, നന്ദുവിൻ്റെ റൂമിലോട്ട് നയന ഓടി ചെല്ലാണ്. അങ്ങനെ കതക് തട്ടാണ്, നന്ദു ഡോറ് തുറക്കാണ്. അപ്പോൾ ആശ്വാസമാവാണ് കേട്ടോ. എന്താ ചേച്ചി ഈ അർദ്ധരാത്രിയിൽ എന്ന് പറയുമ്പോൾ, അല്ല അനി നിൻ്റെ റൂമിലോട്ടേറ്റ് വന്നോ? ഇല്ല എന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്നതിനോട് കൂടി
അനി എൻ്റെ റൂമിലോട്ട് വന്നു. അതെന്താ അങ്ങനെ ചോദിച്ചാൽ, അല്ല അനി റൂമിൽ കാണുന്നില്ല, അവൻ എവിടെ പോയെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ നന്ദുവിന് ആകെ വിഷമമാവാണ് കേട്ടോ. പിന്നീട് ആദർശിനെ പോലീസുകാരെ തിരിച്ച് വിളിക്കുകയാണ്, അനി ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ആദർശ് ആകെ ഞെട്ടിപ്പോവാണ്. എന്തിനായിരിക്കും അവൻ ആ സ്ഥലത്തോട്ട് പോയിട്ടുണ്ടാവുക എന്നുള്ള ആ ഒരു ചിന്താഗതിയോട് കൂടി നിൽക്കുമ്പോഴാണ് നയന വരുന്നത് കേട്ടോ. അങ്ങനെ പോലീസുകാരൻ എന്ത് പറഞ്ഞു എന്ന് നയനയോട് ചോദിക്കുമ്പോൾ നയന ആദർശിനോട് ചോദിക്കുമ്പോൾ ആദർശ് പറയണ, പോലീസുകാരൻ അനി ഇന്ന ഭാഗത്തുണ്ട് എന്ന് പറഞ്ഞു, അവിടെയാണ് അവൻ്റെ ഫോൺ നിൽക്കുന്നത് എന്ന് പറയണേ. അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ നയന പറയാണ്, ആദർശിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം, അവിടെ ആരെങ്കിലും ഉണ്ട് അനിക്ക്? ആ ഉണ്ട്, അനിയുടെ ബെസ്റ്റ് ഫ്രണ്ടും നന്ദുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടുമായ അവനുണ്ട് റോഷൻ്റെ അടുത്തോട്ട് പോവാമെന്ന് പറയട്ടോ. ഇത് കേട്ട ഉടനെ തന്നെ ഈ വീട്ടിൽ ആരെങ്കിലും അറിയിക്കട്ടെ? അപ്പം നയന പറയണം, ആരെയും അറിയിക്കണ്ട. അപ്പോൾ ആദർശം പറയണേ, അത് തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞ് അവർ പുറത്തോട്ട് കിടക്കുന്നു കേട്ടോ. പിന്നീട് വണ്ടി ആക്കുമ്പോൾ വീട്ടിലുള്ളവർ അറിയണം, അതൊന്നും കുഴപ്പമില്ല ആദർശേട്ടാ, പെട്ടെന്ന് വണ്ടി എടുക്കുക എന്ന് പറഞ്ഞ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോവാൻ കേട്ടോ. ഈ സമയം നയനക്കുള്ളിൽ വളരെ ടെൻഷനുണ്ട്. ഈ വിവാഹം ഒരിക്കലും മുടങ്ങാൻ പാടില്ല. തൻ്റെ അനിയത്തിക്കാണ് പഴി കേൾക്കേണ്ടി വരിക എന്ന് നന്നായി അറിയട്ടോ. അപ്പോൾ ആദർശ് പറയാണ്, എൻ്റെ അനിയന് എന്താ ഇത്ര വല്ലാത്ത സങ്കടം? അവന് സ്നേഹിക്കുന്ന പെൺകുട്ടി ഏതാണെന്ന് കണ്ടെത്താൻ പോലും നിനക്ക് പറ്റിയില്ലല്ലോ, നിൻ്റെ അനിയത്തിക്കും അതിന് കഴിഞ്ഞില്ലല്ലോ. എന്നാൽ എന്നും ഏത് കാര്യവും എന്നോട് തുറന്നു പറഞ്ഞിരുന്നതാണ്. നിന്നെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് ഞാനും അവനുമായി അകന്നത്. എന്തായാലും അവനൊന്നും സംഭവിക്കാതിരിക്കട്ടെ, നാളത്തെ ഈ വിവാഹം നടക്കണം, അല്ലെങ്കിൽ എല്ലാവരും ഉത്തരം പറയേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ നയന പറയണത് ശരിയാണ്, ഈ വിവാഹം നടക്കണം, അല്ലെങ്കിൽ എനിക്കും എൻ്റെ അനിയത്തിക്കും മറ്റുള്ളവർക്കും ആർക്കും പേരുദോഷം, ഇളയമ്മയുടെ സ്വഭാവം മാറിയത് അറിയാലോ എന്ന് പറയുന്നു കേട്ടോ. പിന്നീട് ഈ ഹോട്ടലിലോട്ട് ഇവരെത്താണ്. അപ്പോൾ റിസപ്ഷനിൽ റോഷൻ്റെ റൂം ഏതാണെന്ന് ചോദിക്കുകയാണ്. ഇവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് റോഷൻ്റെ റൂം ഏതാണെന്ന് ചോദിക്കുമ്പോൾ റോഷൻ ഇന്ന് ഡ്യൂട്ടിയിലില്ല, അവൻ്റെ റൂം ഇന്ന റൂമാണെന്ന് പറയാനായിട്ട് അങ്ങനെ ആദർശ് നയനെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. പിന്നീട് റോഷൻ്റെ റൂമിൻ്റെ കതക് തട്ടുമ്പോൾ അനി ആകെ കുടിച്ച് ലക്ക് കേട്ട് കിടക്കുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ റോഷൻ കതക് തുറക്കുകയാണ്. ഇതേ സമയം റോഷൻ ആദർശിനെയും നയനെയും കാണുമ്പോൾ ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. ഈ സമയം റോഷൻ ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ ബെഡിലോട്ട് നോക്കുന്നുണ്ട്. ഈ സമയം നയനയോട് ചോദിക്കുകയാണ്, ചേച്ചി എന്താ ഇങ്ങോട്ടേക്ക് വന്നത്, അനിയുണ്ടോ എന്ന് ആദർശ് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ റോഷൻ അങ്ങോട്ടേക്ക് നോക്കുകയാണ്. അപ്പോഴേക്കും അനി അവിടെ ആരടാ വന്നിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അനിയുടെ സൗണ്ട് കേട്ട ഉടൻ തന്നെ ആദർശ് ഉള്ളിലോട്ട് കിടക്കുന്നു. എന്താ നീ നിനക്ക് പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ, നാളെ നിൻ്റെ വിവാഹമല്ലേ, നീ എന്താടേ കാണിച്ചത്? നാളെ എൻ്റെ വിവാഹമോ? ആരുടെ വിവാഹം? എൻ്റെ വിവാഹം ഒന്നും നടക്കില്ല എന്ന് പറയുമ്പോൾ ആദർശ് കരണം നോക്കി അനിയുടെ ഒന്ന് കൊടുക്കുന്നു കേട്ടോ. ഇത് കാണുന്ന നയന എന്തിനാണ് വെറുതെ അവനെ അടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, പിന്നെ അവനെ അടിക്കാതെ അവൻ പറയുന്നത് കേട്ടില്ലേ? അപ്പോൾ ഉടൻ തന്നെ നാളെ എൻ്റെ വിവാഹം നടക്കില്ല എന്ന് വീണ്ടും അനി ആവർത്തിച്ച് പറയുമ്പോൾ റോഷൻ്റെ നേർക്ക് അങ്ങ് കൈ ഓങ്ങാണ് കേട്ടോ. റോഷൻ്റെ നേർക്ക് ആദർശ് വഴക്ക് പറയണേ, എടാ നാളെ വിവാഹമുള്ള ഒരു പയ്യനെ ഇങ്ങനെ കുടിപ്പിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു, എന്ത് പണിയാടാ കാണിച്ചത് എന്ന് പറയുമ്പോൾ അനി വീണ്ടും പറയുന്നു, ആരുടെ വിവാഹം? എൻ്റെ വിവാഹം നടക്കില്ല, എനിക്ക് വിവാഹമൊന്നും വേണ്ട എന്ന് ആദർശിനോട് അനി വീണ്ടും പറയുമ്പോൾ റോഷൻ പറയാണ്, ഇത് ഞങ്ങളല്ല തെറ്റുകാരൻ, ഞങ്ങൾ ഇവനെ കുടിപ്പിച്ചതല്ല, നടന്നത് എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞിട്ട് ആദർശിനോട് ആ സത്യം വെളിപ്പെടുത്താൻ ഒരുങ്ങാണ് കേട്ടോ.